നമസ്കാരം. നാടിൻ്റെ നാവുന്നേര് നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ തുളസി. ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്നത് മൺട്രോത്തുരുത്തിൽ പെരിങ്ങാലത്തുകാരുടെ ഏതാണ്ട് 3 പതിറ്റാണ്ടുകാലമായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. പെരിങ്ങാലം പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. തീർച്ചയായിട്ടും സമയപരിധിക്കുള്ളിൽ ആ പാലം തീരട്ടെ. അതിലൂടെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ജനങ്ങൾ നടന്നു പോകട്ടെ. ഇന്നത്തെ ചെളിവഴികളും കുളുത്തുവഴികളും മാറി വളരെ വിശാലമായി അവർക്ക് അവരുടെ ജന്മദേശത്ത് എത്താൻ കഴിയട്ടെ. നാട്ടുവട്ടം വാർത്തകൾ നമുക്ക് കാണാം. ലൈല ക്രിയേഷൻസിൻ്റെ 20ാമത് ചലച്ചിത്രമാണ് ഭാവം രൗദ്രം. ഈ സിനിമകളെല്ലാം തന്നെ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി പറയാൻ കഴിയും, ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ LT ധർമ്മ രചനയും സംവിധാനവും ഒക്കെ നിർവഹിച്ച സിനിമകളിൽ ഏറ്റവും നല്ല സിനിമയാണ് ഭാവം രൗദ്രം എന്നത്. ഒരു ചലച്ചിത്രകാരി എന്ന നിലയിലുള്ള LT ധർമ്മയുടെ വലിയ ഒരു പരിണാമം നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. നല്ല കൈയടക്കമുള്ള ഒരു ചലച്ചിത്രകാരിയായി LT ധർമ്മ മാറി എന്ന ഇതിൻ്റെ ഒരു അനുഭവപ്പെടുത്തലും കൂടിയായി ഈ ചലച്ചിത്രം മാറുന്നുണ്ട്. മഴ എന്ന പ്രമേയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മനോഹരമായി ഒരു സിനിമ രൂപപ്പെടുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. മഴ പല രൂപത്തിൽ സിനിമയിൽ വരുന്നുണ്ട്. ഒരു കവിത പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ്. പല തരത്തിലുള്ള ഭാവങ്ങളിൽ കൂടി കടന്ന് അത് ഒടുവിൽ മഴ അതിൻ്റെ രൗദ്രഭാവങ്ങൾ കാണിക്കുന്ന ഇടത്തേക്ക് ഉള്ള ഒരു മാറ്റം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ അറിയാതെ നമ്മൾ അതിലേക്ക് എത്തിക്കുന്ന ഒരു അനുഭവമാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മഴ പ്രമേയമായി വരുന്ന ഈ സിനിമയിൽ കഥാപാത്രങ്ങൾ, ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നി, ജലാധരൻ, വരുൺ എന്നൊക്കെ പേരിലുള്ള കഥാപാത്രങ്ങൾ ഒരു ഡയറക്ടർ ബ്രില്യൻസിനെ കാണിക്കുന്നതാണ്. അത് വളരെ ഉച്ചസ്ഥായിയിൽ തുടങ്ങി മധ്യസ്ഥായിയിൽ കൂടി താഴ്ന്ന ശ്രുതിയിൽ തുടങ്ങി അത് മധ്യസ്ഥായിയിൽ കൂടി ഒരു ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്നതാണ്. പ്രകൃതിയുടെ ഒരു മനോഹാരിതയിൽ കൂടി, മഴയുടെ ഒരു ഒരു രൂപത്തിൽ കൂടി ആ സിനിമ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് കണ്ട സിനിമയാണെങ്കിൽ പോലും ഈ ഡയലോഗുകൾ പോലും ഞാൻ മറന്നിട്ടില്ല. കട്ടൻ ചായയും പരിപ്പ് വടയും മഴയും, അതിനകത്ത് ഇനി ഒരു ജോൺസൺ മാഷും കൂടെ കയറാനുണ്ടായിരുന്നു. അപ്പോൾ ആ തലത്തിൽ നിന്നും പെട്ടെന്ന് മറ്റൊരു കഥാപാത്രത്തിൻ്റെ ഒരു ഡയലോഗിൽ കൂടി അവർ വ്യക്തിപരമായി നേരിട്ട ചില ദുരന്ത അനുഭവങ്ങളിൽ കൂടി ഓർമ്മപ്പെടുത്താനും ഒക്കെ ഒരു ഒറ്റ ഡയലോഗിൽ കൂടി ആ മഴയ്ക്കകത്തു കൂടി കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ മനോഹരമായ സിനിമ അനുഭവമാണ് ഈ ഭാവം രൗദ്രം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, 20 സിനിമകളിൽ ഏറ്റവും മെച്ചപ്പെട്ട സിനിമ. ഇനി ഉണ്ടാകാൻ പോകുന്ന സിനിമ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിൽ എൻ്റെ അഭിപ്രായം മാറും. പക്ഷെ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മെച്ചപ്പെട്ട സിനിമയാണ് എനിക്ക് സിനിമയെക്കുറിച്ച് പറയാൻ കഴിയും. ധർമ്മയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ. സ്വപ്ന സാക്ഷാത്കാരം. കൊന്നേൽക്കളവ് പാലം നിർമ്മാണം തുടങ്ങി. മൺട്രോത്തുരുത്തുകാരുടെ, പ്രത്യേകിച്ച് പെരിങ്ങാലം നിവാസികളുടെ 3 പതിറ്റാണ്ട് കാത്തിരിപ്പ് സഫലമാകുന്നു. കൊന്നേൽക്കളവ് ഹൈടെക് പാലത്തിന് നിർമ്മാണം തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന ചെറുപാലം ഒലിച്ചുപോയതോടെ വെള്ളക്കെട്ടുകളും ചെളി വഴികളും താണ്ടിയായിരുന്നു പെരിങ്ങാലത്ത് മനുഷ്യർ എത്തിയിരുന്നത്. തൂണുകൾ സ്ഥാപിക്കുന്നതിന് മുന്നോടിയായുള്ള മണ്ണ് ഡ്രഡ്ജിംഗ് ആരംഭിച്ചു. ഇതിനായി 3000 തെങ്ങിൻതടി കുറ്റികൾ സ്ഥാപിക്കും. 126 മീറ്റർ നീളവും 11 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന പാലം 7 സ്പാനുകളായാണ് പൂർത്തീകരിക്കുന്നത്. 1918 LDF സർക്കാർ പാലം നിർമ്മാണത്തിനായി 28 കോടി രൂപ അനുവദിച്ചെങ്കിൽ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിൽ റെയിൽവേ തടസ്സം നിന്നതോടെ
കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിച്ചു. പിന്നീട് സ്ഥലം MLA കോവൂർ കുഞ്ഞുമോൻ ഇടപെട്ട് KRFB 34 കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് സമർപ്പിച്ചതോടെയാണ് പാല നിർമ്മാണത്തിന് വഴി തുറന്നത്. ഇതോടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സന്തോഷത്തിലാണ് പെരിങ്ങാലം നിവാസികൾ. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. ഹ്രസ്വചിത്രം റിലീസ്. ലൈല ക്രിയേഷൻസിൻ്റെ 25ാമത്തെ ഹ്രസ്വചിത്രം ലൈഫ്യുടെ യൂട്യൂബ് റിലീസ് 13 രാവിലെ 10 PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും ഫോട്ടോഗ്രാഫിയും എഡിറ്റിങ്ങും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് യുവ സംവിധായിക LT ധർമ്മയാണ്. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റ്. ഇളമ്പള്ളൂർ ഫുട്ബോൾ അസോസിയേഷൻ്റെ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ജനുവരി 18 മുതൽ 25 വരെ കുണ്ടറ സിറാമിക്സ് ഗ്രൗണ്ടിൽ നടക്കും. ഒന്നാം സമ്മാനം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് നൽകുന്ന 50,001 രൂപയും ക്യാഷ് അവാർഡും എവർ റോളിംഗ് ട്രോഫിയുമാണ്. വിവരങ്ങൾക്ക് 94 47 99 04 08 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAD CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. റൈസിംഗ് ഡേ ആചരിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ്റെ ആഭിമുഖ്യത്തിൽ റൈസിംഗ് ഡേ ആചരിച്ചു. സ്റ്റേഷൻ ഓഫീസർ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പ്രസേനൻ, ഹോംഗാർഡ് സുരേഷ്, ബാലചന്ദ്രൻ പിള്ള, ഫയർമാൻ രതിൻ രാജ്, അനിൽ ദേവ് എന്നിവർ പങ്കെടുത്തു. ഫയർ സ്റ്റേഷന് മുൻവശം വാഹനങ്ങളുടെ കാഴ്ച മറച്ച് റോഡിലേക്ക് വളർന്നു നിന്നിരുന്ന കുറ്റിക്കാടുകൾ വെട്ടി വൃത്തിയാക്കി. പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ കൊറ്റങ്കര വാർഡിൽ LDF സ്ഥാപിച്ചിരുന്ന പ്രചാരണ ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചതായി പരാതി. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ സ്വീകരണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്ന പ്രചാരണ സാമഗ്രികളാണ് നശിപ്പിച്ചത്. പ്രചാരണ സാമഗ്രികൾ നശിപ്പിച്ച സംഭവത്തിൽ LDF കൊറ്റങ്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. കുണ്ടറ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ ഉത്തരവാദികളായവരെ കണ്ടെത്തുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തതിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുമെന്ന് LDF വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് മനു പേരൂരും സെക്രട്ടറി അക്ഷയ ബോസും പറഞ്ഞു. പ്രചാരണം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് കുണ്ടറ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി
വത്സല സതീഷിൻ്റെ പഞ്ചായത്ത് തല സ്വീകരണ പരിപാടി PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കുണ്ടറ മണ്ഡലം ഇൻചാർജ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ B. ഓമനക്കുട്ടൻ, കൺവീനർ തോമസ് കുട്ടി, UDF നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം, DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K. ബാബുരാജൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി വത്സല സതീശൻ, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ജോൺ ഡാനിയൽ, ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സുധാദേവി, കുരുവിള CG, ജ്യോതി, സരണി അനിൽ എന്നിവർ പങ്കെടുത്തു. താറ്റുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന 25ാമത്തെ ഹ്രസ്വചിത്രം ലൈഫി ഈ മാസം 13 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് യൂട്യൂബിൽ റിലീസ് ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും ആ സിനിമ കാണുകയും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തോടെ 2 വർഷം മുമ്പ് ആരംഭിച്ച ഈ യാത്ര 25 ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഒരു സുവർണ നിമിഷത്തിലാണ് പിന്നെ ലൈല ക്രിയേഷൻസ്. അതിന് ഞങ്ങളോടൊപ്പം കൂട്ടുനിന്ന സഹകരിച്ച ഞങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിയ മുഴുവൻ പേരെയും സ്നേഹത്തോടെ ആദരവോടെ ഓർക്കുന്നു. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപറ്റം ടീമിൻ്റെ സ്നേഹം, ആദരം.